ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. റവറൻഡ് ഡോക്ടർ സൊപോച്കോയുടെ ഉപദേശം. എളിമ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. 3 തരത്തിലുള്ള എളിമ പരിശീലിക്കുക. അതായത് വിശദീകരിക്കുന്നതിൽ നിന്നും നീതീകരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. മാത്രമല്ല, എന്തിനെങ്കിലും കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ എളിമപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്തണം. നീ എന്നോട് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥമായി ദൈവത്തിൽ നിന്നാണെങ്കിൽ വലിയ സഹനത്തിനായി നിന്റെ ആത്മാവിനെ ഒരുക്കുക. നിരാകരണവും പീഡനവും നീ അഭിമുഖീകരിക്കേണ്ടി വരും. നീ ഉന്മാദക്കാരിയായും അരക്കിറുക്കുള്ളവളായും ഗണിക്കപ്പെടും. എന്നാൽ കർത്താവ് തൻ്റെ കൃപകൾ നിന്നിൽ വർഷിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ എപ്പോഴും എതിർപ്പുകളെ അഭിമുഖീകരിക്കുന്നവയും സഹനത്താൽ മുദ്രിതവുമായിരിക്കും. ദൈവം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഉടനെ അല്ലെങ്കിൽ പിന്നീട് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് അത് നിവൃത്തിയാക്കിയിരിക്കും. നിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ഈ കാലഘട്ടങ്ങളിലെല്ലാം വളരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ്. ഫാദർ ഡോക്ടർ സൊപോച്കോ വിശുദ്ധ നാട്ടിലേക്ക് പോയപ്പോൾ ഫാദർ ഡബ്രോവ്സ്കി എസ്.ജെ. ആയിരുന്നു സമൂഹത്തിൻ്റെ കുമ്പസാരക്കാരൻ. കുമ്പസാര സമയത്ത് എൻ്റെ ആത്മാവിലുള്ള വലിയ ആത്മീയ ജീവനെപ്പറ്റി അറിവുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അതിനെപ്പറ്റി അറിവുണ്ടെന്നും എന്നിൽ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്നും ഞാൻ മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ, നിന്റെ ആത്മാവിൽ സംഭവിക്കുന്നത് നീ നശിപ്പിച്ച് കളയരുത്. മാത്രമല്ല, നിൻ്റേതായ ഒന്നും അതിൽ വ്യത്യാസപ്പെടുത്തുകയും അരുത്. നിന്റെ കാര്യത്തിൽ പ്രകടമാകുന്നത് പോലെ ഉന്നതമായ ആത്മീയ ജീവിതത്തിൻ്റെ മനോഹരമായ ദാനം എല്ലാ ആത്മാക്കൾക്കും ലഭിക്കുന്ന ഒന്നല്ല. വളരെയധികമായി അത് നിന്നിൽ വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ വലിയ കൃപകളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ ചിന്തകൾ മുറിഞ്ഞു പോകുന്നു. എന്നാൽ മുമ്പ് ഈ വൈദികൻ തന്നെ എന്നെ പല പരീക്ഷണങ്ങൾക്കും വിധേയയാക്കിയതാണ്. കർത്താവ് എന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ, അതായത് ചിത്രത്തിൻ്റെ പെയിൻറ്റിങ്, ദൈവകരുണയുടെ തിരുനാൾ സ്ഥാപിക്കൽ, പുതിയ സഭാ സമൂഹത്തിൻ്റെ സ്ഥാപനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് വൈകിട്ട് 8 മണിക്ക് കുമ്പസാരിക്കാൻ വരാൻ പറഞ്ഞു. ഞാൻ 8 മണിക്ക് ചെന്നപ്പോൾ ഒരു സഹോദരൻ പള്ളിയുടെ വാതിലുകൾ അടയ്ക്കുകയായിരുന്നു. ആ സമയത്ത് വരാൻ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ വന്നിട്ടുണ്ടെന്ന് അച്ഛനെ അറിയിക്കണമെന്നും പറഞ്ഞപ്പോൾ ആ നല്ല സഹോദരൻ അത് പറയാനായി പോയി. വൈദികൻ ആ സമയത്ത് കുമ്പസാരിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞ് അച്ഛൻ അയാളെ തിരിച്ചയച്ചു. ഞാൻ വെറും കൈയോടെ മടങ്ങിപ്പോന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വീണ്ടും ഞാൻ പോയില്ല. എന്നാൽ 1 മണിക്കൂർ മുഴുവനും ഞാൻ ആരാധനയിൽ ചെലവഴിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ചില പരിത്യാഗങ്ങളും ചെയ്തു. അദ്ദേഹത്തിന് ആത്മാക്കളെ മനസ്സിലാക്കാനുള്ള വെളിച്ചം ലഭിക്കാനായി പ്രാർത്ഥിച്ചു. എന്നാൽ ഫാദർ സൊപോച്കോ പോയപ്പോൾ പകരക്കാരനായി അദ്ദേഹമാണ് വന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കേണ്ടതായി വന്നു. എന്നാൽ മുമ്പ് എൻ്റെ ആന്തരിക പ്രചോദനങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിച്ചിരുന്ന അദ്ദേഹം അവയോട് വിശ്വസ്തത കാണിക്കാൻ എന്നെ കടപ്പെടുത്തി. ഇപ്രകാരം ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നു. ദൈവം എല്ലാറ്റിലും മഹത്വപ്പെടട്ടെ. എങ്കിലും അഹങ്കരിക്കാതിരിക്കാൻ വളരെ കൃപ ആവശ്യമാണ്. വാർഷിക ധ്യാനം ജനുവരി 10, 1934. എൻ്റെ ഈശോയെ, അങ്ങയുടെ ഒത്ത് തനിയെ ആയിരിക്കാനുള്ള നിമിഷങ്ങൾ വീണ്ടും ലഭിക്കുകയാണല്ലോ. ഈശോയെ, അങ്ങയുടെ ഹിതത്തിനെതിരായി എന്നിലുള്ള കാര്യങ്ങളും അങ്ങയുടെ പ്രീതിക്ക് കൂടുതൽ പാത്രമാകാൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ അങ്ങ് ഉപേക്ഷിക്കരുതേ. എൻ്റെ കൂടെ ആയിരിക്കണമേ. കർത്താവേ, അങ്ങയെ കൂടാതെയുള്ള എൻ്റെ പ്രയത്നങ്ങൾ വൃഥാവിലാണെന്ന് ഞാൻ അറിയുന്നു. ഓ നാഥ, അങ്ങയുടെ മഹത്വത്തിൽ ഞാൻ എത്രമാത്രം ആനന്ദിക്കുന്നു. അങ്ങയെ കൂടുതലായി അറിയും തോറും കൂടുതൽ തീഷ്ണതയോടെ അങ്ങേക്കായി ഞാൻ ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള കൃപ ഈശോ എനിക്ക് നൽകി. ഈ ദൈവിക പ്രകാശത്തിൽ എൻ്റെ മുഖ്യമായ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. അന്തർമുഖിയായിരിക്കാനുള്ള എൻ്റെ അഹങ്കാരവും മദർ സുപ്പീരിയറിനോടുള്ള എൻ്റെ സമീപനത്തിലുള്ള തുറവിയില്ലായ്മയും. രണ്ടാമത്തെ വെളിപ്പെടുത്തൽ സംസാരത്തെ സംബന്ധിച്ചുള്ളതാണ്. ചില അവസരങ്ങളിൽ ഞാൻ അമിതമായി സംസാരിക്കുന്നു. 1-2 വാക്കിൽ നിർത്തേണ്ട കാര്യങ്ങൾക്കായി ഞാൻ വളരെ സംസാരിച്ച് സമയം ചെലവഴിക്കുന്നു. ഈ സമയമെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദണ്ഡവിമോചന പ്രാർത്ഥനകൾ ചൊല്ലാൻ ഈശോ ആഗ്രഹിക്കുന്നു. അന്ത്യവിധി ദിവസത്തിൽ ഓരോ വാക്കിനും വില കൊടുക്കേണ്ടി വരുമെന്ന് കർത്താവ് പറയുന്നു.
നമ്മുടെ നിയമങ്ങളെ സംബന്ധിച്ചുള്ളതാണ് മൂന്നാമത്തെ വെളിപ്പെടുത്തൽ. നിയമങ്ങൾ, പ്രത്യേകിച്ച് നിശബ്ദത പാലിക്കുന്നതിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല. എനിക്ക് വേണ്ടി മാത്രമായി എഴുതപ്പെട്ട നിയമം പോലെ ഞാനത് അനുസരിക്കുന്നതാണ്. മറ്റുള്ളവർ എപ്രകാരം പെരുമാറുന്നു എന്നത് എന്നെ ബാധിക്കുകയില്ല. കർത്താവ് ആവശ്യപ്പെടുന്ന പോലെ മാത്രമായിരിക്കും എൻ്റെ പെരുമാറ്റം. പ്രതിജ്ഞ. ഈശോ എന്നോട് ആവശ്യപ്പെടുന്ന ബാഹ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഏത് കാര്യവും ഞാൻ ഉടനെ തന്നെ എൻ്റെ സുപ്പീരിയേഴ്സിനോട് പോയി പറയുന്നതാണ്. സുപ്പീരിയറിനോടുള്ള സമീപനത്തിൽ ഒരു കുഞ്ഞിൻ്റെ തുറവിയും നിഷ്കളങ്കതയും പാലിക്കും. മറിഞ്ഞിരിക്കുന്ന ആത്മാക്കളെ ഈശോ സ്നേഹിക്കുന്നു. മറിഞ്ഞിരിക്കുന്ന പൂക്കളാണ് ഏറ്റവും പരിമളം പരത്തുന്നത്. എൻ്റെ അന്തരാത്മാവിൽ ഈശോയുടെ ഹൃദയത്തിന് ഒരു വിശ്രമസ്ഥലം ഒരുക്കാൻ ഞാൻ പരിശ്രമിക്കും. എൻ്റെ സൃഷ്ടാവേ, എൻ്റെ പ്രയാസത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ അങ്ങേക്ക് ശരണത്തിൻ്റെ ഒരു സ്തുതിഗീതം ഞാൻ ആലപിക്കും. എന്തെന്നാൽ അങ്ങയിലും അങ്ങയുടെ കരുണയിലുമാണ് ഞാൻ അനന്തമായി ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ സഹനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അതൊരു സഹനമല്ലാതായി തീർന്നു. സഹനം എൻ്റെ ആത്മാവിൻ്റെ അന്നന്നയപ്പമായി മാറി. ഒരു പ്രത്യേക വ്യക്തിയുമായി ഞാൻ സംസാരിക്കുന്നതല്ല, എന്തെന്നാൽ ഈശോയ്ക്ക് അതിഷ്ടമല്ല. മാത്രമല്ല, അതുമൂലം അവൾക്കൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. കർത്താവിൻ്റെ പാദാന്തികത്തിൽ മറിഞ്ഞിരിക്കുന്ന ഈശോയെ, നിത്യമായ സ്നേഹമേ, നമ്മുടെ ജീവൻ്റെ ഉറവിടമേ, ഉന്മാദനായ ദൈവമേ, സ്നേഹത്തിൽ അങ്ങ് സ്വയം മറന്ന് ഞങ്ങളെ മാത്രം കാണുന്നു. സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൽ വഹിച്ചു. ഓ സ്നേഹമേ, ഓ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ അഗാധതയെ, ഓ ആനന്ദത്തിൻ്റെ രഹസ്യമേ, എന്തുകൊണ്ട് കുറച്ച് ആളുകൾ മാത്രം അങ്ങേ അറിയുന്നു? എന്തുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിന് പ്രതിസ്നേഹം ലഭിക്കുന്നില്ല? ഓ ദൈവസ്നേഹമേ, എന്തുകൊണ്ട് അങ്ങയുടെ സൗന്ദര്യം അങ്ങ് മറയ്ക്കുന്നു? ഓ അഗ്രാഹ്യമായ അനന്ത സ്നേഹമേ, അങ്ങേ അറിയും തോറും എനിക്ക് അങ്ങേ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങേ മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ അങ്ങയുടെ മഹിമയെ ഞാൻ ധ്യാനിക്കും. എൻ്റെ ഹൃദയത്തിൽ അതിലും വലിയ ദാനങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നതിനാൽ ശ്രോപ്പന്മാരിലോ അവരുടെ അഗ്നിയിലോ ഞാൻ അസൂയപ്പെടുന്നില്ല. ആനന്ദ പാരവശ്യത്തോടെ അവർ അങ്ങേ ആരാധിക്കുന്നു. എന്നാൽ അവിടുത്തെ രക്തം എൻ്റെ രക്തത്തോട് കൂടി കലർന്നിരിക്കുന്നു. സ്നേഹം ഈ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കുന്നു. ഓ, അങ്ങ് എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്? സ്നേഹം ആ വിരി കീറി മാറ്റുന്നു. എൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ യാതൊരു മറയുമില്ല. എന്തെന്നാൽ അങ്ങ് തന്നെ എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മാറിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. ഓ അഭേദ്യമായ ത്രിത്വമേ, ഏകദൈവമേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും എന്നും എന്നേക്കും. യഥാർത്ഥ സ്നേഹം എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നും വെളിപ്പെടുത്തി തന്നു. ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്നതിലാണ് യഥാർത്ഥ സ്നേഹം അടങ്ങിയിരിക്കുന്നത്. നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തികൾ പോലും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കണം. അപ്രകാരം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് പ്രകടമാക്കാം. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞി, നിന്റെ സഹനം വഴിയാണ് നീ എന്നെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്നത്. എൻ്റെ മകളെ, നിന്റെ ശാരീരികവും മാനസികവുമായ സഹനത്തിൽ സൃഷ്ടികളിൽ നിന്ന് നീ സഹതാപം കാക്ഷിക്കരുത്. കലർപ്പില്ലാത്ത നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ പരിമളം ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സൃഷ്ടികളിൽ നിന്ന് മാത്രമല്ല, നിന്നിൽ നിന്ന് തന്നെ നീ വിടുതൽ പ്രാപിക്കണം. മകളെ, നിന്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധവും പരസ്പർശമേൽക്കാത്തതും കുറ്റമറ്റതും നിഷ്കളങ്കവുമായ സ്നേഹത്തിൽ ആനന്ദം കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ സഹനത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ എന്നോടുള്ള നിന്റെ സ്നേഹം കൂടുതൽ പരിശുദ്ധമായിരിക്കും. ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഈശോ എന്നോട് ആവശ്യപ്പെട്ടു. ആന്തരിക ധ്യാനത്താലും ബാഹ്യമായ പരിത്യാഗത്താലും 3 മണിക്കൂർ ബെൽറ്റ് ധരിച്ചും പാപികൾക്കും ലോകം മുഴുവനും കരുണ ലഭിക്കാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ എന്നോട് പറഞ്ഞു, ഈ ഭവനത്തെ ഞാൻ ഇന്ന് വാത്സല്യത്തോടെ വീക്ഷിക്കുന്നു. എൻ്റെ മരണത്തോടെ എൻ്റെ ദൗത്യം അവസാനിക്കുകയില്ലെന്നും എന്നാൽ അത് ആരംഭിക്കുകയാണെന്നും ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഓ സംശയാലുക്കളായ ആത്മാക്കളെ, ദൈവത്തിൻ്റെ നന്മയെ ബോധ്യപ്പെടുത്താൻ സ്വർഗത്തിൻ്റെ മറ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വലിച്ചു മാറ്റും. ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയത്തെ ഇനി നിങ്ങളുടെ അവിശ്വാസം മൂലം മുറിപ്പെടുത്തരുത്. ദൈവം സ്നേഹവും കരുണയുമാണ്. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് വലിയ ദുഃഖത്തോടെ നീ അനുതപിച്ചപ്പോൾ നിന്നോടുള്ള കരുണയാൽ എൻ്റെ ഹൃദയം അലിഞ്ഞു. നിന്റെ പരിശുദ്ധവും പരമാർത്ഥവുമായ സ്നേഹം കണ്ട് കന്യകകളുടെ ഇടയിൽ 1-ാം സ്ഥാനം ഞാൻ നിനക്ക് നൽകുന്നു.
നീ എൻ്റെ പീഡാസഹനത്തിൻ്റെ മഹത്വവും ബഹുമാനവുമാണ്. ഒന്നും എൻ്റെ ശ്രദ്ധയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല. എൻ്റെ സിംഹാസനം വരെയും ഞാൻ എളിയവരെ ഉയർത്തുന്നു. എന്തെന്നാൽ ഞാനത് ആഗ്രഹിക്കുന്നു. ദൈവം പരിശുദ്ധ ത്രിത്വത്തിലെ ഏകത്വം. ഒരു മനുഷ്യാത്മാവ് മുമ്പ് അങ്ങയെ സ്നേഹിച്ചതിലും അധികമായി അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തീർത്തും നികൃഷ്ടയും നിസ്സാരയും ആണെങ്കിലും അങ്ങയുടെ അനന്തമായ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, എൻ്റെ സൃഷ്ടാവേ, എൻ്റെ നികൃഷ്ടതയിലും ഞാനൊന്നും ഭയപ്പെടുകയില്ല. അങ്ങയ്ക്കായി എപ്പോഴും സ്തുതിഗീതങ്ങൾ ആലപിക്കും. ഏറ്റവും ദുരിതപ്പെട്ട ആത്മാവും സംശയിക്കാതിരിക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് വലിയ വിശുദ്ധയാകാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപ അത്ര ശക്തമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ എതിർക്കാതിരുന്നാൽ മാത്രം മതി. ഓ ഈശോയെ, അവിടുത്തെ കൺമുമ്പിൽ ഭൂമിയെ മറയ്ക്കുന്ന ഒരു മൂടൽ മഞ്ഞായി ഞാൻ മാറിയിരുന്നെങ്കിൽ, അങ്ങനെ അവിടുത്തെ പരിശുദ്ധ നേത്രങ്ങൾ അതിൻ്റെ വലിയ പാതകങ്ങൾ കാണാതിരിക്കട്ടെ. ഈശോയെ, അങ്ങയോടുള്ള ജനങ്ങളുടെ അവഗണന കാണുമ്പോൾ എൻ്റെ നയനങ്ങൾ ഇടതടവില്ലാതെ കവിഞ്ഞൊഴുകുന്നു. എന്നാൽ മന്ദോഷ്ണയായ ഒരു സന്യസ്തയെ കാണുമ്പോൾ എൻ്റെ ഹൃദയം രക്തം വമിക്കുന്നു. 1934 ഒരിക്കൽ ഞാൻ എൻ്റെ മുറിയിൽ വന്നപ്പോൾ വളരെ ക്ഷീണിതയായിരുന്നതിനാൽ വസ്ത്രം മാറുന്നതിന് മുമ്പായി വിശ്രമിക്കേണ്ടി വന്നു. ഞാൻ വസ്ത്രം മാറിക്കഴിഞ്ഞ ഉടനെ സിസ്റ്റേഴ്സിൽ ഒരാൾ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ക്ഷീണിതയായിരുന്നെങ്കിലും വീണ്ടും ഉടുപ്പ് ധരിച്ച് അവൾ ആവശ്യപ്പെട്ടത് കൊണ്ടുവന്നു കൊടുത്തു. കണങ്കാല് വരെ ചെളിയുള്ള വഴിയിലൂടെ അടുക്കളയിലേക്ക് കുറച്ചധികം ദൂരം പോകണമായിരുന്നു. ഞാൻ മുറിയിൽ വീണ്ടും പ്രവേശിച്ചപ്പോൾ കുസ്തോതിയിൽ തിരുവോസ്തി ഇരിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ ഈ സ്വരം കേട്ടു: ഈ കുസ്തോതി എടുത്ത് സക്രാരിയിലേക്ക് കൊണ്ടുവരിക. ഞാൻ ആദ്യം മടിച്ചു. എന്നാൽ അടുത്തു ചെന്ന് അത് തൊട്ടപ്പോൾ ഇങ്ങനെ കേട്ടു: എന്നെ സമീപിക്കുമ്പോഴുള്ള അതേ സ്നേഹത്തിൽ എല്ലാ സിസ്റ്റേഴ്സിനെയും സമീപിക്കുക. നീ അവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ് നീ ചെയ്യുന്നത്. ഒരു നിമിഷത്തിനു ശേഷം ഞാൻ അവിടെ തനിച്ചായി. ഒരിക്കൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടിയുള്ള ആരാധനയ്ക്ക് ശേഷം എൻ്റെ ആത്മാവിൽ വളരെ വേദന അനുഭവപ്പെട്ടു. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു: ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ വിശുദ്ധന്മാരുടെ, പ്രത്യേകിച്ച് അങ്ങേ ബാല്യത്തിൽ പരിപാലിച്ച അങ്ങയുടെ പ്രിയ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ കുഞ്ഞു പൈതങ്ങളുടെ കണ്ണുനീര് കാണണമെന്ന് ഞാൻ യാചിക്കുന്നു. അവർ അനുഭവിക്കുന്ന വിശപ്പും തണുപ്പും അങ്ങ് വീക്ഷിക്കണമേ. ഈശോയെ, നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ പ്രതി എൻ്റെ രാജ്യത്തിനു വേണ്ടി ഞാൻ യാചിക്കുന്ന കൃപ പ്രദാനം ചെയ്യണമേ. ആ സമയം കർത്താവ് ഈശോയെ ഞാൻ കണ്ടു. അവിടുത്തെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവിടുന്ന് എന്നോട് പറഞ്ഞു: എൻ്റെ മകളെ, എനിക്ക് അവരോട് എത്രമാത്രം അനുകമ്പയുണ്ടെന്ന് നീ കാണുക. അവരാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത് എന്ന് നീ അറിയുക. എൻ്റെ ഈശോയെ, ആത്മാക്കളുടെ ഈ ജീവിതം കാണുമ്പോൾ പലരും അങ്ങേ അവിശ്വാസത്തോടെയാണ് സേവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് ദൈവത്തോടുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ, അവർ യുദ്ധഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് ഞാൻ കാണുന്നത്. ഒരിക്കൽ ഈശോ എന്നോട് ചോദിച്ചു: എൻ്റെ കുഞ്ഞെ, നീയും ഇപ്രകാരം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഞാൻ മറുപടി പറഞ്ഞു: ഓ ഇല്ല. എൻ്റെ ഈശോയെ, മരണവേദന അനുഭവിക്കേണ്ടി വന്നാലും യുദ്ധഭൂമിയിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തൃപ്പാദത്തിങ്കൽ വിശ്രമിക്കുന്നതുവരെ എൻ്റെ കയ്യിൽ നിന്ന് വാൾ മാറ്റുകയില്ല. ഞാൻ എന്തു ചെയ്താലും എൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിക്കും. ദൈവകൃപയാൽ വലിയ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ ആത്മാവിന് കഴിയും. ഒരിക്കൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളെപ്പറ്റി ഈശോയുമായി നീണ്ട ചർച്ച ചെയ്തപ്പോൾ അവിടുത്തെ നന്മയിൽ പ്രചോദിതയായി ഞാൻ ചോദിച്ചു: അങ്ങയുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന ആരെങ്കിലും ഞങ്ങളുടെ കുട്ടികളിലുണ്ടോ? കർത്താവ് മറുപടി നൽകി: ഉണ്ട്. എന്നാൽ അവരുടെ സ്നേഹം ബലഹീനമാണ്. അതിനാൽ പ്രത്യേക പരിപാലനയ്ക്കായി ഞാൻ അവരെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓ നല്ല ദൈവമേ, ഞാൻ അങ്ങയുടെ നന്മയെ പുകഴ്ത്തുന്നു. അങ്ങ് സ്വർഗീയ സൈന്യങ്ങളുടെ കർത്താവാണ്. എന്നിട്ടും അങ്ങയുടെ ദുരിതപ്പെട്ട സൃഷ്ടികളിലേക്ക് അങ്ങ് താഴ്ന്നിറങ്ങുന്നു. ഓരോ ഹൃദയത്തുടിപ്പിലും അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൻ്റെ വിപുലത മുഴുവനും എനിക്ക് മതിയാകുകയില്ല. സ്വർഗം വളരെ ചെറുതാണ്. ആകാശസീമ ഒന്നുമല്ല. എനിക്ക് അങ്ങയെ മാത്രം മതി. നിത്യനായ ദൈവമേ, അങ്ങയ്ക്ക് മാത്രമേ എൻ്റെ ആത്മാവിൻ്റെ ഉള്ളത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റൂ. എൻ്റെ നാഥനുമായി തനിയെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷപ്രദം. ആ സമയത്ത് ദൈവത്തിൻ്റെ മഹത്വവും എൻ്റെ ഇല്ലായ്മയും ഞാൻ അനുഭവിക്കുന്നു. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു: നീ അകാരണമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ അസ്വസ്ഥയാകരുത്. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സഹനത്തിൻ്റെ കാസം ഞാൻ തന്നെ ആദ്യം കുടിച്ചതാണ്.
ഒരിക്കൽ നിത്യതയെപ്പറ്റിയും അതിൻ്റെ രഹസ്യങ്ങളെപ്പറ്റിയും ആഴമായി ധ്യാനിച്ചപ്പോൾ എൻ്റെ ആത്മാവ് ഭയപ്പെട്ടു പോയി. വീണ്ടും അതേപ്പറ്റി അല്പം കൂടി ആഴമായി ചിന്തിച്ചപ്പോൾ പല സംശയങ്ങളും മനസ്സിൽ പൊന്തി വന്നു. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിന്റെ പിതാവിൻ്റെ ഭവനത്തെ നീ ഭയപ്പെടരുത്. ഈ വൃത്തമായ ചിന്തകളെ ഈ ലോകത്തിൻ്റെ വിജ്ഞാനികൾക്ക് വിട്ടുകൊടുക്കുക. നിന്നെ എപ്പോഴും ഒരു ചെറിയ കുഞ്ഞായി കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിന്റെ കുമ്പസാരക്കാരനോട് എളിമയോടെ എല്ലാം ചോദിക്കുക. അവൻ്റെ അധരങ്ങളിലൂടെ ഞാൻ നിനക്ക് ഉത്തരം തരാം. മറ്റൊരവസരത്തിൽ ഒരാൾ മാരകമായ ഒരു പാപം ചെയ്യാൻ മുതിരുന്നതായി ഞാൻ കണ്ടു. ആ ആത്മാവിനെ രക്ഷിക്കാൻ ഏറ്റവും വലിയ പീഡനം തരാൻ ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. പെട്ടെന്ന് മുൾമുടിയുടെ ഭയങ്കര വേദന എൻ്റെ തലയിൽ അനുഭവപ്പെട്ടു. അത് കുറേ നേരത്തേക്ക് നീണ്ടു നിന്നു. ആ വ്യക്തി കർത്താവിൻ്റെ കൃപയിൽ നിന്ന് വിട്ടുപോയില്ല. എൻ്റെ ഈശോയെ, വിശുദ്ധയാകുവാൻ എത്ര എളുപ്പമാണ്. നല്ല മനസ്സുണ്ടായാൽ മാത്രം മതിയല്ലോ. ആത്മാവിൽ നല്ല മനസ്സിൻ്റെ ഒരു കണിക കാണുമ്പോൾ തന്നെ അവിടുന്ന് ആ ആത്മാവിലേക്ക് കടന്നു വരുന്നു. ഒന്നിനും അവിടുത്തെ തടസ്സപ്പെടുത്താൻ സാധ്യമല്ല. കുറവുകളോ വീഴ്ചകളോ ഒന്നും തന്നെ തടസ്സമല്ല. ആ ആത്മാവിനെ സഹായിക്കാൻ ഈശോ അത്യാശപ്പെടുന്നു. ദൈവത്തിൽ നിന്നുള്ള ഈ കൃപയിൽ അത് വിശ്വസ്തത പുലർത്തിയാൽ ഭൂമിയിൽ ഒരു സൃഷ്ടിക്ക് പ്രാപിക്കാൻ സാധ്യമായ ഏറ്റവും വലിയ വിശുദ്ധിയിലേക്ക് വേഗം ഉയരാൻ അതിന് കഴിയും. ദൈവം വളരെ ഉദാരനാണ്. ആർക്കും തൻ്റെ കൃപ നിഷേധിക്കുന്നില്ല. നാം ചോദിക്കുന്നതിനേക്കാൾ അധികമായി അവിടുന്ന് തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് വിശ്വസ്തത പാലിക്കുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ഒരാത്മാവ് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ അതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കൃപയുടെ പ്രവർത്തനത്തിനായി തന്നെ വിട്ടുകൊടുക്കുകയും കർത്താവുമായുള്ള സംസർഗത്തിൽ ഒരു തടസ്സവും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക. ഈശോ എന്നെ അവിടുത്തെ സൗന്ദര്യത്താൽ വശീകരിച്ച് തന്നോട് അടുപ്പിച്ചപ്പോൾ എൻ്റെ ആത്മാവിൽ അവിടത്തേക്ക് അഹിതമായതെന്തെല്ലാമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്ത് വില കൊടുത്താണെങ്കിലും അതെല്ലാം നീക്കിക്കളയാൻ ഞാൻ തീരുമാനിച്ചു. ദൈവകൃപയാൽ ഞാനത് ഉടനെ തന്നെ മാറ്റിക്കളഞ്ഞു. ഈ മഹാമനസ്കത കർത്താവിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുതൽ കൂടുതൽ ഉന്നതമായ കൃപകൾ ദൈവം തന്നെ എനിക്ക് നൽകാൻ തുടങ്ങി. ആന്തരിക ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തർക്കിക്കുകയില്ല. കർത്താവിൻ്റെ ആത്മാവ് നടത്തുന്ന വഴികളെപ്പറ്റി അപഗ്രഥിക്കുകയില്ല. ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നും സ്നേഹിക്കുന്നുവെന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. നിഷ്കളങ്ക സ്നേഹം ദൈവത്തെ അറിയാനും വളരെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും എന്നെ പ്രാപ്തയാക്കുന്നു. എൻ്റെ കുമ്പസാരക്കാരൻ എനിക്കൊരു ദൈവജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വിശുദ്ധമാണ്. ഞാൻ ആത്മീയ പിതാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, ചോദിച്ചതിലും കൂടുതലായി ഭിക്ഷ ലഭിച്ച പിന്തിരിഞ്ഞു നോക്കാതെ വളരെ തീഷ്ണതയോടെ കൃതജ്ഞത അർപ്പിക്കുന്ന ഒരു യാചകനെ പോലെ പെരുമാറുക. ഉന്നതമായ കൃപകൾ ഞാൻ നിനക്ക് തരുമ്പോൾ നീ അതിന് യോഗ്യയല്ലെന്ന് പറഞ്ഞ് നീ പിന്തിരിയരുത്. നീ യോഗ്യയല്ലെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ആനന്ദത്തോടെ നിനക്ക് വഹിക്കാൻ പറ്റുന്നിടത്തോളം നിക്ഷേപങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നെടുക്കുക. അങ്ങനെ എന്നെ കൂടുതൽ ആനന്ദിപ്പിക്കുക. ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഈ കൃപകൾ സ്വീകരിക്കുക. അതായത്, എൻ്റെ അനന്തമായ കരുണയിൽ ആശ്രയിക്കാൻ നീ കണ്ടുമുട്ടുന്ന ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. ഓ, എന്നിൽ പൂർണ്ണമായ വിശ്വാസമുള്ള ആത്മാക്കളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും.